Hello dear students, the next important topic we are going to discuss is regarding flat panel display. Flat panel displays means നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ദെൻ സ്മാർട്ട് ടി വിസ് എൽ ഇ ഡി എൽ സി ഡി ലാപ്ടോപ്സ് അതെല്ലാം നമ്മുടെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിലാണ് വരുന്നത്. ഓക്കെ, സോ this is a collection of video devices that have reduced volume, weight and power requirements as compared to the CRT. സി ആർ ടി ബേസ്ഡ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ടെലിവിഷൻസ് ആൻഡ് ആൾസോ കമ്പ്യൂട്ടേഴ്സ് എല്ലാം സി ആർ ടി ബേസ്ഡ് ആണ്. ദാറ്റ് മീൻസ് സ്ക്രീൻ ഭയങ്കര ഹെവി ആയിരുന്നു, വോളിയം ഹൈ വോളിയം റിക്വയർഡ് ആയിരുന്നു, അതുപോലെ പവർ റിക്വയർമെൻറ്റ്സ് എല്ലാം ഹൈ ആയിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ ഈ ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ടി വി ആയാലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്ക്രീനൊക്കെ ആയാലും ഇറ്റ് ഹാവിങ് റെഡ്യൂസ്ഡ് വോളിയം, ഫ്ലാറ്റ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ വോളിയം, റെഡ്യൂസ്ഡ് വെയ്റ്റ് ആൻഡ് ആൾസോ പവർ റിക്വയർമെൻറ്റ്സ് ഈസ് ആൾസോ വെരി low as compared to the CRT. Then it is also thinner than CRT. Okay, then example, small TV monitors, calculators, pocket video games, laptop computers, armresting viewing of movies on airlines and advertising boards in elevators etc. ഇതെല്ലാം ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിന് എക്സാമ്പിളാണ്. ദെൻ the flat panel display devices are of two types: emissive displays and non-emissive display devices. Emissive displays or emitters, then non-emissive displays or non-emitters. Emissive displays in the case here it is converting the electrical energy into light. Electrical energy ആയിരിക്കും, അതായത് എമിറ്റേഴ്സിലോ അല്ലെങ്കിൽ എമിസീവ് ഡിസ്പ്ലേസിൻ്റെ കേസിലെല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കാം ലൈറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പ്ലാസ്മ പാനൽസ്, തിൻ ഫിലിം ഇലക്ട്രോലൂമിനിസെൻറ്റ് ഡിസ്പ്ലേസ് ആൻഡ് എൽ ഇ ഡി. ദെൻ നോൺ എമിസീവ് ഡിസ്പ്ലേസ് ഓർ നോ എമിറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഒപ്റ്റിക് സൺലൈറ്റോ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ ഇൻറ്റേർണലി ഉള്ള സോഴ്സസ് നിന്നുള്ള ലൈറ്റോ ഒപ്റ്റിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിനെ ഗ്രാഫിക്കൽ പാറ്റേൺസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Okay, here it uses the optical effects for converting the sunlight or light from some other internal source into graphical patterns. The best example is LCD. ഇനി ഇതിന് ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ ദ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് മീൻസ് ഇറ്റ് ഈസ് തിന്നർ ദാൻ സി ആർ ടി, ദെൻ ഇറ്റ് ഹാസിങ് റെഡ്യൂസ്ഡ് വോളിയം, ലോ വെയ്റ്റ് ആൻഡ് ആൾസോ power requirements is also low as compared to the CRT. Then these are of two types: emitters and non-emitters. In the case of emitters, electrical energy is converted into light. In the case of non-emitters, we are using some optical effects to convert the light from sound light or light from outside or internal light into some picture pattern. Okay, so here the first one is plasma panels. Okay, plasma panels in the case there is a glass plate. There is a glass plate, and in between the glass plate we are filling with it is filled with a collection of gases, mainly neon gas. രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ആ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഗ്യാസസ് ഫിൽ ചെയ്തിട്ടുണ്ട്. മിക്സ്ഡ് ഓഫ് ഗ്യാസസ് ആണ്, മെയിൻലി നിയോൺ ഗ്യാസസ് ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻസൈഡ് ദ ഗ്ലാസ് പ്ലേറ്റ് വി ആർ പ്ലേസിങ് സം കണ്ടക്ടേഴ്സ്. ഹൊറിസോണ്ടലായിട്ടും കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്, ദെൻ വേർട്ടിക്കലായിട്ടും കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. Then we are applying some voltage in between the space of these vertical and horizontal conductors. നമ്മളിവിടെ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇൻസൈഡ് ആയിട്ട് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. കണ്ടക്റ്റിംഗ് റിബൺസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടലായിട്ടായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഓപ്പോസിറ്റ് ഗ്ലാസ് പ്ലേറ്റിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വേർട്ടിക്കലായിരിക്കും. സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മുടെ നിയോൺ ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള പോർഷൻസ് വരുന്നത്. ഈ പോർഷൻസിൽ ഇനി നമ്മൾ ഈ ഒരു പോർഷൻസിലോട്ട് നമ്മൾ ഫയറിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ദീസ് റിബൺസ് ആക്ട് ആസ് കണ്ടക്ടേഴ്സ് ആൻഡ് ഹിയർ ദ ഗ്യാസസ് ഇൻ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് റിബൺസിൻ്റെ ഇൻസൈഡ് ആയിട്ട് ഫിൽ ചെയ്തേക്കുന്ന ഗ്യാസസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടൊരു ഗ്ലോയിങ് പ്ലാസ്മ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമുക്ക് ലൈറ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ here the plasma panels, also called the gas discharge displays, are constructed by filling the region between two glass plates with a mixture of gases, mainly neon gases. Okay, then a series of vertically conducting ribbons is placed on one glass panel and a set of horizontally ribbons is placed into the other glass panel. Then so
Here we apply firing voltages to a pair of horizontal and vertical conductors. That cause the gas that filled in between the conductors are breaking down into a glowing plasma of electrons and ions. Okay, so here two glass plates, and in between the glass plates gases are filled, mainly neon gases. Then horizontal and vertical conducting ribbons are arranged on the two glass plates. Okay, വെർട്ടിക്കലായിട്ടും റിബൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഗ്ലാസ് പ്ലേറ്റിൽ ഹോറിസോണ്ടലായിട്ടും റിബൺ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ വി ആർ അപ്ലൈയിങ് ദ വോൾട്ടേജ് ടു ദ ഗ്യാസസ് ദാറ്റ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ റിബൺസ്. Then we are applying the voltages to the pair of the vertical and horizontal ribbons. So the gases in between that filled in between them break down into a glowing plasma of electrons and ions. അതായിരിക്കും നമുക്ക് ലൈറ്റ് ആയിട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടെ ബ്രൈറ്റർ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് ഹിയർ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് സ്ട്രിക്ട്ലി ഫോളോയിങ് മോണോക്രോമാറ്റിക് മെത്തേഡ്. ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഡിവൈസ് മീൻസ് ഒരു സിംഗിൾ കളർ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, so this is the disadvantage. The second one is the thin film electroluminescent displays. Okay, it is similar to that of the plasma panels. Here the main difference is that here the region between the glass plates is filled with the phosphor. ഓക്കെ, മറ്റേതിൽ നമ്മൾ നിയോൺ ഗ്യാസസ് ആയിരുന്നു മെയിൻലി ഫിൽ ചെയ്യുന്നത്. ഹിയർ ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്ലാസ് പ്ലേറ്റ്സ് ഇസ് ഫിൽഡ് വിത്ത് ഫോസ്ഫർ, ദാറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ് ടോപ്ഡ് വിത്ത് മാംഗനീസ്. ഓക്കെ, ദെൻ വി അപ്ലൈ ഹൈ വോൾട്ടേജ് ടു എ പെയർ ഓഫ് ക്രോസിംഗ് ഇലക്ട്രോൺസ്. ദ ഫോസ്ഫർ ബിക്കംസ് എ കണ്ടക്ടർ ഇൻ ദ ഏരിയ ഓഫ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോസ്ഫർ ആയിരിക്കും ഇൻ ബിറ്റ്വീൻ. ഇവിടെ ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. ഗ്ലാസ് പ്ലേറ്റ്സിൽ നമ്മൾ ഹൊറിസോണ്ടലി ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ വേർട്ടിക്കലി കണ്ടക്റ്റിംഗ് റിബൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ റിബൺസ് ദ ഫോസ്ഫർ ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഈ ഫോസ്ഫറിലൂടെ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഫോസ്ഫർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. ദെൻ electrical energy is absorbed by the manganese atoms, which then release the energy as a spot of light, which is similar to the glowing plasma effect in a plasma panel. Okay, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ് നമ്മൾ ഗ്ലാസ് പ്ലേറ്റ്സിന് ഇടയ്ക്ക് ഫോസ്ഫർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫോസ്ഫറിലോട്ട് നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ദ ഫോസ്ഫർ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഹിയർ ആ ഹൈ വോൾട്ടേജിലെ ഇലക്ട്രിക്കൽ എനർജി ഈ ഫോസ്ഫറിലെ മാംഗനീസ് ആറ്റംസ് അബ്സോർബ് ചെയ്തിട്ട് ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജിയിലോട്ട് അല്ലെങ്കിൽ ലൈറ്റ് എനർജി അവിടെ നിന്ന് റിലീസ് ആവുന്നു. ഓക്കെ, then here these types of electroluminescent displays which requires more power than the plasma panels and good color and grayscale displays are also it is hard to achieve. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്മ പാനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പവർ റിക്വയർമെൻറ്റ് ഇതിനുണ്ട്. ദെൻ ദ തേർഡ് എമിസീവ് ഡിസ്പ്ലേ ഡിവൈസ് ഈസ് LED, ദറ്റ് ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഓരോ പിക്സൽ പോയിൻറ്റ്സിൻ്റെ ആ ഒരു പൊസിഷനിൽ നമുക്കൊരു ഡയോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ പിക്സൽ പോയിൻറ്റിലും ഒരു ഡയോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡയോഡ് മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇനി ഇവിടെ നമ്മൾ ഇൻഫോർമേഷൻ ഈസ് റിട്രീവ്ഡ് ഫ്രം ദ പിക്ചർ ഇൻഫോർമേഷൻ ഈസ് റിട്രീവ്ഡ് ഫ്രം ദ ഫ്രെയിം ബഫർ. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ് ലെവൽസ്. ആ പിക്ചർ ഇൻഫോർമേഷനെ ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റിനെ നമ്മൾ ആ ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ദാറ്റ് വോൾട്ടേജ് ലെവൽ ഈസ് അപ്ലൈഡ് ടു ദ ഡയോഡ് ടു എമിറ്റ് ദ ലൈറ്റ്. ഓക്കെ, പിക്ചർ ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ വോൾട്ടേജ് ലെവൽസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ then it is applied to the diodes to produce the light patterns in the display. Okay, അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുമ്പോൾ ഡയോഡ്സ് അറേഞ്ച്ഡ് ഇൻ ഈച്ച് പിക്സൽ പൊസിഷൻ. ദെൻ ആ ഡയോഡിൽ നിന്നായിരിക്കും നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ഡയോഡിൽ ലൈറ്റ് കിട്ടുന്നത് നമ്മൾ അവിടെ ഒരു വോൾട്ടേജ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ പിക്ചർ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും നമ്മളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദിസ് അബൌട്ട് LED. So the last one and the example of a non-emissive or non-emitter display device is LCD or liquid cluster displays. Okay, LCDs are commonly used in small systems such as calculators and portable laptops. Here the working is that
ഒരു പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇൻറ്റേർണലി ഡിവൈസിൻ്റെ ഇൻറ്റേർണലി നമ്മളൊരു പോളറൈസർ യൂസ് ചെയ്യും. ആ പോളറൈസറിൽ നിന്നുള്ള പോളറൈസ്ഡ് ലൈറ്റോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്നുള്ള എക്സ്റ്റേണലിൽ നിന്നുള്ള പോളറൈസ്ഡ് ലൈറ്റോ നമ്മൾ ഈ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസിനകത്തൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലിക്വിഡ് ക്രിസ്റ്റൽ. സോ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലിക്വിഡ് ക്രിസ്റ്റൽ മൂവ് ചെയ്യും. ആ ലിക്വിഡ് ക്രിസ്റ്റൽ മൂവ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വ്യൂ വന്ന് റീച്ച് ചെയ്യും. അതായിരിക്കും നമുക്ക് അവിടുത്തെ സ്ക്രീൻ പിക്ചറായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിയർ liquid crystal means it's an arrangement of molecules. Liquid crystal means it's float like say liquid. Then it's a nematic, that is thread like structure. സോ ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റൽ ദാറ്റ് മീൻസ് ഒരു ഇങ്ങനെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ലിക്വിഡ് ലൈക്ക് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്നതനുസരിച്ച് ഈ ലിക്വിഡ് ക്രിസ്റ്റൽസ് ഇതേപോലെ മൂവ് ചെയ്യും. ദെൻ അവിടെ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ലൈറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വ്യൂവറിലോട്ട് തിരിച്ചെത്തുന്നുണ്ട്. അതാണ് നമ്മുടെ സ്ക്രീൻ പിക്ചറായിട്ട് അവിടെ ഡിസ്പ്ലേ വരുന്നത്. ദെൻ ഹിയർ ആൾസോ വി ആർ യൂസിങ് 2 ഗ്ലാസ് പ്ലേറ്റ്സ്. ഇവിടെ നമുക്കിതേപോലെ 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ഗ്ലാസ് പ്ലേറ്റ്സിൽ നമ്മൾ പോളറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ പോളറൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റോസ് ഓഫ് ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സ്, horizontal transparent conductors are built into one glass plate and columns of vertical conductors are placed under the plate. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ റോസ് ഓഫ് ഹൊറിസോണ്ടൽ കണ്ടക്ടേഴ്സും പ്ലേസ് ചെയ്യുന്നുണ്ട്. അനദർ ഗ്ലാസ് പ്ലേറ്റിൽ കോളംസ് ഓഫ് വേർട്ടിക്കൽ കണ്ടക്ടേഴ്സും പ്ലേസ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് പ്ലേറ്റിന് ഇൻസൈഡ് ആയിട്ട്. സോ 2 ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഗ്ലാസ് പ്ലേറ്റിൽ പോളറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ ഗ്ലാസ് പ്ലേറ്റ്സിലും കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചില കേസിൽ അത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് കേസിൽ അത് വേർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ദെൻ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2 കണ്ടക്ടേഴ്സ് represents a pixel position. ഓക്കെ, നോർമലി ഇനിഷ്യലി ഈ ലിക്വിഡ് ക്രിസ്റ്റൽസ്, അതായത് ഇതിൻ്റെ ടോപ്പിലായിരിക്കും നമ്മുടെ ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, then we are passing the polarized light either from a polarizer or from outside through this material. അതായത് നമ്മൾ ഒന്നെങ്കിൽ പോളറൈസറിലൂടെ പോളറൈസ്ഡ് ലൈറ്റ് വരും, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് പോളറൈസ്ഡ് ലൈറ്റ് ഈ മെറ്റീരിയലിലൂടെ ലിക്വിഡ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യും. ദെൻ അത് ഓപ്പോസിറ്റ് പോളറൈസിലൂടെ പാസ് ചെയ്യും. അതായത് ഇതാണ് ഒരു ഗ്ലാസ് പ്ലേറ്റ്. ദെൻ ആ ഗ്ലാസ് പ്ലേറ്റിൽ നമുക്ക് വേർട്ടിക്കൽ കണ്ടക്ടേഴ്സും ഹൊറിസോണ്ടൽ കണ്ടക്ടേഴ്സും ഉണ്ട്. ദെൻ പോളറൈസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇവിടെ കുറേ ലിക്വിഡ് ക്രിസ്റ്റൽസ് കാണും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ലൈറ്റ്, ഔട്ട്സൈഡ് ലൈറ്റോ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റോ കാണും, അല്ലെങ്കിൽ നമ്മുടെ പോളറൈസറിൽ നിന്ന് വരുന്ന ലൈറ്റും കാണും. അപ്പോൾ ഈ ലൈറ്റ് ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത്, അത് പാസ് ചെയ്യുന്നതനുസരിച്ച് ലിക്വിഡ് ക്രിസ്റ്റൽസ് അതേപോലെ മൂവ് ചെയ്യും. ദെൻ അത് ഓപ്പോസിറ്റ് പോളറൈസിലൂടെയും പാസ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ വ്യൂവറിന് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. സോ ദ ലൈറ്റ് ഈസ് ദെൻ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ വ്യൂവർ. അതായിരിക്കും നമ്മുടെ ലൈറ്റായിട്ട് കാണുന്നത്. ദെൻ ദീസ് ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് പാനൽ ഡിവൈസിന് നമ്മൾ പാസീവ് മെട്രിക്സ് LCDs എന്നായിരിക്കും പറയുന്നത്. Then to turn off the pixel, we are applying a voltage to the 2 intersecting conductors to align the molecules so the light is not get destroyed. Then another method അല്ലെങ്കിൽ ആക്റ്റീവ് മെട്രിക്സ് ഡിസ്പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ പിക്സൽ പൊസിഷൻസിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂസിങ് ദിസ് ട്രാൻസിസ്റ്റർ വി ക്യാൻ കൺട്രോൾ ദ വോൾട്ടേജ് അറ്റ് പിക്സൽ ലൊക്കേഷൻ ആൻഡ് ഓൾസോ to prevent the charge from gradually leaking out of the liquid crystal displays. ഓക്കെ, സോ പാസീവ് ഡിവൈസസും ഉണ്ട്, ആക്റ്റീവ് ഡിവൈസസും ഉണ്ട്. പാസീവ് ഡിവൈസസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് പ്ലേറ്റ്, അതിൽ പോളറൈസർ കാണും. ദെൻ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടേഴ്സ് കാണും. ദെൻ നമ്മൾ ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽസ് മൂവ് ചെയ്യും. ദെൻ അത് പോളറൈസിലൂടെ ലൈറ്റ് റീച്ച് ചെയ്യും. അത് തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കിവിടെ ഒരു വ്യൂ ഡിസ്പ്ലേ കിട്ടുന്നത്. ദെൻ അതിനെ പാസീവ് ഡിസ്പ്ലേസ് എന്നാണ് പറയുന്നത്. ആക്റ്റീവ് മെട്രിക്സ് ഡിസ്പ്ലേസിൻ്റെ കേസിലാണെങ്കിൽ സ്ക്രീൻ രണ്ടിൽ ഓരോ പിക്സൽ പൊസിഷൻ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് വി ക്യാൻ കൺട്രോൾ ദ വോൾട്ടേജ് ആൻഡ് വി ക്യാൻ പ്രിവെൻറ്റ് ദ ചാർജ് ഫ്രം ഗ്രാജുവലി ലീക്കിംഗ് ഡൗൺ. Okay, so these are about the flat panel displays.
ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞായിരിക്കും, ചിലപ്പോൾ ലൈറ്റ് LCD അല്ലെങ്കിൽ LED, ദെൻ പ്ലാസ്മ പാനൽസിനോ തിൻ ഇലക്ട്രോ ലൂമിനസെൻ്റ് ഡിസ്പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടും ചോദിക്കും, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ് ചോദിക്കും. So these are all about the flat panel displays. Okay, thank you.